ഇനി അടുത്തതാണ് ഫിസ്ക്കൽ കൺസോളിഡേഷൻ ആൻഡ് ദി ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്. എന്താണ് ഇതിന്റെ മീനിങ് എന്ന് പറയാം. ഇതിൽ ആദ്യത്തെ ഒരു വാക്ക് നമ്മൾ കണ്ടു, ഫിസ്ക്കൽ കൺസോളിഡേഷൻ. ഗവൺമെന്റ് ബഡ്ജറ്റ് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസ് ഫോം ചെയ്യുമ്പോൾ എന്തിനെ ശ്രദ്ധിക്കണം? എക്സ്പെൻഡിച്ചർ ആണെങ്കിലും റവന്യൂ ആണെങ്കിലും ഗവൺമെന്റ് കൃത്യമായി പ്ലാൻ ചെയ്യണം. എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടണം. ശരിയാണോ? ഇനി ഗവൺമെന്റ് റവന്യൂവിനെ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെപ്റ്റിലൂടെ ഉണ്ടാക്കുന്ന ലോൺ എടുത്തുണ്ടാക്കുന്ന റവന്യൂ കുറയ്ക്കണം, നോൺ ഡെപ്റ്റ് ആയിട്ടുള്ള റവന്യൂ ഇൻക്രീസ് ചെയ്യണം. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. എന്തേലും പ്രശ്നം ഉണ്ടോ? ഒരു ഗവൺമെന്റ് എക്കണോമി കൃത്യമായിട്ട് റൺ ചെയ്യണമെങ്കിൽ എക്സ്പെൻഡിച്ചറിനെ എങ്ങനെ മാനേജ് ചെയ്യണം? റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടണം. റെസിപ്റ്റിനെ എങ്ങനെ ഫോക്കസ് ചെയ്യണം? ലോൺ എടുക്കുന്നത് കുറയ്ക്കണം, ദാറ്റ് ഈസ് ഡെറ്റ് റവന്യൂ കുറയ്ക്കണം, നോൺ ഡെറ്റ് റവന്യൂ ഇൻക്രീസ് ചെയ്യണം. ഇത്തരത്തിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും റവന്യൂവും മാനേജ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിസ്ക്കൽ കൺസോളിഡേഷൻ ഓർ ഫിസ്ക്കൽ പോളിസി. എവിടെ കേട്ടിട്ടുണ്ടായിരുന്നു? ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി 2 തരം പോളിസീസ് ആണുള്ളത്. ഒന്ന് ഫിസ്ക്കൽ പോളിസി, ആരാ റൺ ചെയ്യുക? ഗവൺമെന്റ്. ഇനി രണ്ടാമത്തെ പോളിസി മോണറ്ററി പോളിസി, ആരാണ് റൺ ചെയ്യുക? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ എന്താണ് മക്കളെ ഫിസ്ക്കൽ പോളിസി? അവിടെ പറഞ്ഞപ്പോ ക്ലാരിറ്റി ഉണ്ടാവില്ല ഫിസ്ക്കൽ പോളിസി, ഇവിടെ ക്ലാരിറ്റി വന്നില്ലേ? എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും റവന്യൂവും കൃത്യമായി മാനേജ് ചെയ്ത് ഗവൺമെന്റിന്റെ ഡെറ്റ്, കടം കുറച്ച് കൊണ്ട്, നമ്മൾ അവിടെ കണ്ടില്ലേ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ആ ഗ്രാഫിൽ കുറച്ച് കൊണ്ടുവന്ന ടെക്നിക്ക് നമ്മൾ കണ്ടില്ലേ? ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിസ്ക്കൽ കൺസോളിഡേഷൻ. ഈ ഫിസ്ക്കൽ കൺസോളിഡേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഈ നിയമത്തിനെ വിളിക്കുന്ന പേരാണ് FRBM ആക്ട് 2003. ഫിസ്ക്കൽ കൺസോളിഡേഷന് വേണ്ടി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പോളിസീസിന് വേണ്ടി ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന് വിളിക്കുന്ന പേരാണ് FRBM ആക്ട്. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. ഓക്കെ അല്ലേ? ഈ FRBM ആക്ടിലേക്ക് വരാനുള്ള കാരണം എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്താണ്? റെഡ്യൂസ്ഡ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതിന്റെ അർത്ഥം എന്തല്ല? ഫിസ്ക്കൽ ഡെഫിസിറ്റ് 0 ആക്കലല്ല കേട്ടോ. വീണ്ടും ഞാൻ പറയുന്നു, ഗവൺമെന്റിന് ഒരിക്കലും അതിന്റെ കടം 0 ആക്കണം എന്ന് നിർബന്ധമില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഗവൺമെന്റിന്റെ ഉദ്ദേശം ഒരിക്കലും ഫിസ്ക്കൽ ഡെഫിസിറ്റ് 0 ആക്കലല്ല. ഏത് ഡെഫിസിറ്റ് 0 ആക്കണം? ഏത് ഡെഫിസിറ്റ് 0 ആക്കണം? റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒരു 3% ഓഫ് GDP ഒക്കെ എത്തിക്കലാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. ഒരിക്കലും ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താക്കാൻ ഉദ്ദേശമില്ല? 0 ആക്കാൻ ഉദ്ദേശമില്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 0 ആക്കി കഴിഞ്ഞാൽ അത് ഏത് തരം ബഡ്ജറ്റ് ആവും? ബാലൻസ്ഡ് ബഡ്ജറ്റ് ആകും. വരുമാനവും ചെലവും ഈക്വൽ ആയി കഴിഞ്ഞാൽ എക്കണോമിയിൽ എന്ത് നടക്കില്ല? എക്കണോമിയിൽ അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേഷൻ നടക്കില്ല കേട്ടോ. ഇനി വായിച്ചു നോക്കിയ ഡെഫിനിഷൻ ക്ലാരിറ്റി കിട്ടുമല്ലോ. എന്താണ് ഫിസ്ക്കൽ കൺസോളിഡേഷൻ? എ പ്രോസസ് വേർ ഗവൺമെന്റ്സ് ഫിസ്ക്കൽ ഹെൽത്ത് ഈസ് ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ് ആൻഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ reduced fiscal deficit, not zero fiscal deficit. It's reducing fiscal deficit, not eliminating it. Clear അല്ലേ? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആവാം. ആ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്തിനു വേണ്ടി ഉപയോഗിച്ചാൽ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഉപയോഗിച്ചാൽ. എന്തിനു ഉപയോഗിക്കരുത്? റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഉപയോഗിക്കരുത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എന്താണ് ഈ ഫിസ്ക്കൽ കൺസോളിഡേഷന് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടെക്നിക്സുകൾ? ഇത് അടുത്ത ചാപ്റ്ററിൽ എടുക്കുന്ന പോയിന്റ് ആണ് കേട്ടോ. അവിടെ ഞാൻ ഈ ഓരോ ടൈമും എക്സ്പ്ലെയിൻ ചെയ്യും. ഇൻക്രീസിങ് എഫിഷ്യൻസി ഓഫ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് കൃത്യമായിട്ട് ടാക്സ് കളക്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ പല മെഡിക്കൽ ഷോപ്പില് അല്ലെങ്കിൽ ചില റെസ്റ്റോറന്റുകളിൽ, മെഡിക്കൽ ഷോപ്പിലെ പ്രധാനമായിട്ട് കാണാം, മരുന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ചില മെഡിക്കൽ ഷോപ്പുകളിൽ നിങ്ങൾക്ക് ബില്ല് തരാറില്ല. അവർ പൈസ ഒരു പേപ്പറിൽ എഴുതും, എന്നിട്ട് കൂട്ടിയിട്ട് പറയും ഇത്രയാണ് പൈസ, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക, അവിടെ നിന്ന് പോരും. ബില്ല് തരുന്നില്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ യഥാർത്ഥത്തില്? അങ്ങനെ ഒരു സാധനം വിറ്റു എന്ന് പറഞ്ഞാൽ അവരുടെ റെക്കോർഡിൽ ഉണ്ടാവില്ല. ഒരു സാധനം വിൽക്കണമെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ അതിന് എന്ത് അടയ്ക്കണം? നിങ്ങൾ അതിന് GST അടയ്ക്കണം അല്ലെ? അപ്പൊ GST വെട്ടിപ്പാണ് അവിടെ നടക്കുന്നത്.
ഒരുപാട് മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും റീസെന്റ് ഡേയ്സിൽ ന്യൂസിലുണ്ടായിരുന്നു ചില ഹോട്ടൽസ് ഒരേ കസ്റ്റമറിന് തന്നെ ഒരേ GST നമ്പർ ഇട്ട് കൊടുത്തിട്ട് പല ബില്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഒരേ GST നമ്പർ ഒരുപാട് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 പേർക്ക് ഒരേ GST നമ്പർ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ 10 പേരുടെ ബില്ലിന് പകരം ഒരു ബില്ലാണ് അവര് കച്ചവടം നടന്നു എന്ന് കാണിക്കുള്ളൂ. ബാക്കി 9 ബില്ലിന്റെ പൈസ അവര് വെട്ടിക്കും. ഇങ്ങനെ കുറച്ച് ഉഡായിപ്പ് പരിപാടികളൊക്കെ അവർ ചെയ്യും. അത് ഒഴിവാക്കണം എന്ന് പറയുന്നതിനെയാണ് എന്തെന്ന് പേര് വിളിക്കുക? ഇൻക്രീസിങ് എഫിഷ്യൻസി ഓഫ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. അവിടെ 3 ടേമുകൾ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചേ. ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ, ടാക്സ് കംപ്ലയൻസ്. സെക്കൻഡ് വൺ, എൻഹാൻസിങ് ടാക്സ് ടു GDP റേഷ്യോ. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കാം. എന്താണ് ടാക്സ് ടു GDP എന്ന് പറഞ്ഞാൽ ടാക്സിലൂടെ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തിനെ GDP വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമാണ് ടാക്സ് ടു GDP റേഷ്യോ. യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 30% ഓഫ് GDP ആണ്. GDPയുടെ 30% ഇൻകം എന്ന് പറയുന്നത് ടാക്സിലൂടെയാണ് വരുന്നത്. ഇന്ത്യയിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 17% എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടാക്സ് കളക്ഷൻ അല്ലെങ്കിൽ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ടാക്സ് റവന്യൂ കുറവായതുകൊണ്ടാണ് ഗവൺമെന്റിന് കൂടുതൽ കടമെടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടന്റ് എക്കണോമിക് പാരാമീറ്റർ എന്ന് പറയുന്നത് എൻഹാൻസിങ് ടാക്സ് ടു GDP റേഷ്യോ. ഇന്ത്യയിലെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 16 അല്ലെങ്കിൽ 17. അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറെ കാലമായിട്ട്. 16 അല്ലെങ്കിൽ 17% ആണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 30%. ഇന്ത്യയിലെ പ്രധാന വരുമാനം ടാക്സ് ആണ്. ആ ടാക്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമുക്ക് സോഷ്യൽ വെൽഫെയർ സ്കീംസ് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അടുത്തത് ബെറ്റർ ടാർഗറ്റിംഗ് ഓഫ് ഗവൺമെന്റ് സബ്സിഡീസ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം ഫോർ മോർ സബ്സിഡീസ്. എന്താണ് ഈ ബെറ്റർ ടാർഗറ്റിംഗ് ഓഫ് ഗവൺമെന്റ് സബ്സിഡി എന്ന് പറഞ്ഞാൽ? റീസെന്റ് ഡേയ്സിൽ വളരെ കുറവാ. ഈ മകൻ രേഖ പോലെയുള്ള സ്കീമുകളില്ലേ, തൊഴിലുറപ്പ് പദ്ധതി, ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് സെൻട്രൽ ഗവൺമെന്റ് എല്ലാ വർഷവും കുറച്ച് പൈസയൊക്കെ കൊടുക്കും. ഒരു 10,000 കോടി അല്ലെങ്കിൽ 15,000 കോടി പൈസ കൊടുക്കും. ഗ്രൗണ്ട് ലെവലിൽ എന്താ നടക്കാന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ജോലിയൊന്നും കൊടുക്കില്ല. പക്ഷെ ആളുകൾക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവര് ഫേക്ക് റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് ആ പൈസയൊക്കെ ആര്? ലോവർ ലെവൽ ഗവൺമെന്റ് ഫങ്ഷണറീസ് അല്ലെങ്കിൽ ആളുകൾ അടിച്ചു മാറ്റും. ആ ഒരു പരിപാടിയാണ് ബെറ്റർ ടാർഗറ്റിംഗ് ഓഫ് ഗവൺമെന്റ് സബ്സിഡി. ആ പ്രശ്നം ഒഴിവാക്കാൻ ഗവൺമെന്റ് എന്തുകൊണ്ടെന്നു? തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് നേരിട്ട് എന്തിട്ട് കൊടുക്കും? പേയ്മെന്റ് അല്ലെങ്കിൽ വേജ് ഇട്ട് കൊടുക്കും. ഗവൺമെന്റ് നേരിട്ട് സബ്സിഡീസ് അല്ലെങ്കിൽ വേജസ് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം. റീസെന്റ് ഡേയ്സിൽ നിങ്ങൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അല്ലെ? നിങ്ങൾ റേഷൻ കട അതിന് പറയാം ഫെയർ പ്രൈസ് ഷോപ്പ് എന്ന് പറയും, FRP. ഈ റേഷൻ കടയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ആധാറും പരിപാടികളൊക്കെ വരുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എപ്പോൾ ചെന്ന് ചോദിച്ചാൽ അത് മണ്ണെണ്ണ ഉണ്ടാവില്ല, അരി ഉണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. നമ്മൾ നോക്കുമ്പോൾ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവരത് എന്ത് ചെയ്യും? പുറത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ അത് മറിച്ചു വെക്കും. നിങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. ഇപ്പൊ എന്ത് വന്നു? ഓരോരുത്തരുടെയും ഫിംഗർ പ്രിന്റ് വെച്ച് ആധാർ ഓതന്റിക്കേഷൻ ചെയ്യണം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരാള് കൈവച്ച് അവരുടെ റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ലോഡ് ചെയ്താൽ മാത്രമാണ് സാധനങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഓവർ ദി പീരിയഡ് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഇതിന്റെ ഒക്കെ കാര്യം എന്താ? ഇപ്പൊ നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് പൈസ കുറവിൽ തരാന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഫുഡിന് എന്ത് കൊടുക്കുന്നുണ്ട്? സബ്സിഡി കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന സബ്സിഡിയാണ് പണ്ട് കാലത്ത് റേഷൻ കടക്കാരും പണ്ട് കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഷൻ കടക്കാരനും ദരിദ്രനായിട്ടുണ്ടാവില്ല. അവരൊക്കെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റേഷൻ കടയിൽ വരുന്നതൊക്കെ മറച്ചു വെക്കും. ഇപ്പൊ എന്താ ഉണ്ടാവുക? ഗവൺമെന്റ് പാവങ്ങൾക്ക് കൊടുക്കുന്ന സബ്സിഡിയാണ് എന്ത് ചെയ്യുന്നത്? ലീക്കായിട്ട് പോകുന്നത്. ആ പ്രശ്നം പരിഹരിക്കാനാണ് റീസെന്റ് ഡേയ്സിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഫിസ്ക്കൽ കൺസോളിഡേഷൻ ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സുകൾ. ഇത് മെയിൻസിന് എഴുതാനുള്ള ഉത്തരമാണ് കേട്ടോ. പ്രിലിമിനറിക്ക് ഇത് ചോദിക്കാറില്ല. മെയിൻസിന് നമ്മൾ എഴുതുന്ന 1-2 പോയിന്റ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി FRBM ആക്ടിലേക്ക് വരാനുള്ള കാരണം, ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് FRBM ആക്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 1947 നമുക്ക് എന്തുണ്ടായി? ഇൻഡിപെൻഡൻസ് കിട്ടി അല്ലെ? പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നമ്മൾ
ഫോളോ ചെയ്തിട്ടുള്ള എക്കണോമിക് പോളിസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം അല്ലെങ്കിൽ നെഹ്റുവിയൻ സോഷ്യലിസം. എന്താണ് ഇന്ത്യൻ സോഷ്യലിസത്തിന്റെ പ്രത്യേകത? ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ എക്കണോമിക്ക് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചറും ഉണ്ട്, സോഷ്യലിസത്തിന്റെ ഫീച്ചറും ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കണോമിയിൽ ഗവൺമെന്റും കമ്പനികൾ റൺ ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൈവറ്റ് സെക്ടറും കമ്പനികൾ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇനീഷ്യൽ ഡേയ്സിലാണെങ്കിൽ ആദ്യത്തെ 5 ഇയർ പ്ലാൻ എടുത്ത ഗവൺമെന്റ് അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്തു. സെക്കൻഡ് 5 ഇയർ പ്ലാനിലേക്ക് വന്നപ്പോൾ ഹെവി ഇൻഡസ്ട്രീസിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തു. തേർഡ് 5 ഇയർ പ്ലാനിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായത്. ഈ ഹരിത വിപ്ലവത്തിലൂടെയാണ് ഇന്ത്യ ഫുഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിലേക്ക് ഇന്ത്യയുടെ പ്രൊഡക്ഷൻ കൂടിയിട്ടുള്ളത്. 1980-85 ടൈമൊക്കെ ആയപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ മാറി, പകരം രാജീവ് ഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ വന്നു. രാജീവ് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയെ കമ്പ്യൂട്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ്. BSNL എന്ന് പറയുന്ന ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോൺ നെറ്റ്വർക്ക് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗവൺമെന്റിലൊക്കെ കൂടുതലായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ പുള്ളി കൊണ്ടുവന്നു. ഈ കമ്പ്യൂട്ടർ ആണെങ്കിലും ടെലികോം നെറ്റ്വർക്ക് ആണെങ്കിലും അതിന് ഒരുപാട് എന്താവശ്യമാണ്? ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജീസ് 1990-കളിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അതിന് എന്ത് വേണം? ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഭൂരിഭാഗം സാധനങ്ങളും കമ്പ്യൂട്ടർ ആണെങ്കിലും ടെലിഫോൺ എക്സ്ചേഞ്ചിന് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തുണ്ടായി? ഇന്ത്യയുടെ ഫോറിൻ റവന്യൂ അല്ലെങ്കിൽ ഫോറിൻ കറൻസി ഡിക്രീസ് ചെയ്തിട്ട് ഇന്ത്യ ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ എത്തിയ ആ എക്കണോമിക് സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ എടുക്കും. എന്താണ് അപ്പൊ 1990-കളിൽ ഇന്ത്യ എത്തി നിൽക്കുന്ന അവസ്ഥ? ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് വെച്ചാൽ വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തതിനെ തിരിച്ചു കൊടുക്കാൻ ഡോളർ കയ്യിലില്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. ഇപ്പൊ കയ്യിൽ ഡോളർ ഇല്ലാതിരുന്നപ്പോ ഇന്ത്യ ഓടിച്ചെന്ന് ആരുടെ അടുത്തേക്ക് പോയി? IMFന്റെ അടുത്തേക്ക് പോയി. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ അടുത്തേക്ക് പോയി. അപ്പൊ IMF ഇന്ത്യയോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരാം? ലോൺ തരാം. പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് ലോൺ തരണമെങ്കിൽ എന്താണ്? നിങ്ങൾ ചില കൺസെഷൻസ് നിങ്ങളുടെ രാജ്യത്ത് അല്ലെങ്കിൽ ചില റിഫോംസ് നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ റിഫോംസിനെ വിളിക്കുന്ന പേരാണ് LPG റിഫോംസ്. ആരുടെ ടൈമില്? നമ്മുടെ രാജീവ് ഗാന്ധി പോയി, നരസിംഹറാവു ഗവൺമെന്റിന്റെ ടൈമില് ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗിന്റെ ടൈമിൽ അവർ റിഫോംസ് കൊണ്ടുവന്നു. എന്ത്? LPG റിഫോംസ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതാണ് ഇന്ത്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പോയിന്റ് എന്താ? 1990 കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ എന്തില്ല? ഇമ്പോർട്ട് ചെയ്യാനുള്ള ഡോളർ ഇല്ല. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡെപ്റ്റ്, കടം എന്ന് പറയുന്നത് വളരെ ഹൈ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ഈ സിറ്റുവേഷന്റെ ടൈമിലാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയുടെ കടം, ഡെറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കണം. നിയമം പാസ്സാക്കി നമ്മൾ ഡെപ്റ്റ് പതുക്കെ കുറച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നിയമത്തിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ ആണോ? ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ആണോ? നമ്മളെവിടെ നിന്ന് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് നിന്ന് തുടങ്ങി നമ്മളൊരു നെഹ്റുവിയൻ സോഷ്യലിസം എന്ന എക്കണോമിക് ഫിലോസഫി ഫോളോ ചെയ്തു. ആദ്യത്തെ 5 ഇയർ പ്ലാനിൽ അഗ്രികൾച്ചർ ഫോക്കസ് ചെയ്തു. ദെൻ ഹെവി ഇൻഡസ്ട്രി, വീണ്ടും അഗ്രികൾച്ചർ. 1990-കളായപ്പോഴേക്കും ഇന്ത്യയിൽ നമ്മൾ കമ്പ്യൂട്ടറൈസേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അതിന് വേണ്ടി വന്നു. നമ്മുടെ കയ്യിലുള്ള ഡോളർ കുറഞ്ഞു, നമ്മുടെ ഡെറ്റ് കൂടി. പതുക്കെ നമ്മൾ LPG റിഫോംസിലേക്ക് വന്നു. ഗവൺമെന്റിന്റെ ഡെപ്റ്റ് കൂടിയത് കൊണ്ട് ഡെപ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ഒരു പോളിസി ആയിട്ട് അവതരിപ്പിച്ചു. അതിനുവേണ്ടി ഒരു നിയമം പാസ്സാക്കി. അതിനെ വിളിക്കുന്ന പേരാണ് FRBM ആക്ട്. ഓക്കെ അല്ലേ? ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിയമത്തിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ കേട്ടോ. മോണിറ്റൈസേഷൻ ഓഫ് ഡെഫിസിറ്റ് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. FRBM ആക്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. FRBM ആക്ട്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്. അപ്പൊ അതിൽ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് എന്താ? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി. ഗവൺമെന്റ് തോന്നിയ തരത്തില് പൈസ ചെലവാക്കാൻ വേണ്ടി പാടില്ല.
ഈ ഗവൺമെന്റ് പൈസ അനാവശ്യമായി ചെലവാക്കി കഴിഞ്ഞാൽ വരുന്ന ഗവൺമെന്റിന് ചെലവാക്കാൻ വേണ്ടി പൈസ ഉണ്ടാവില്ല. പലപ്പോഴും എന്താണ് ഗവൺമെന്റിന്റെ ഡെപ്റ്റ് കൂടുന്നതെന്ന് പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മോദി ഗവൺമെന്റ് പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഞങ്ങൾ എടുത്ത കടമൊന്നുമല്ല, UPA ഗവൺമെന്റിന്റെ, കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് അവർ എടുത്തിട്ടുള്ള കട എന്ന് പറഞ്ഞു. കേരളത്തില് പിണറായി വിജയനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്ത് പറയും? ഞങ്ങൾ എടുത്ത കടമല്ല, ഇനി മുന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള കട എന്ന് പറയും. എന്ന് വെച്ചാൽ പ്രസന്റ് ഗവൺമെന്റ് അനാവശ്യമായിട്ട് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ വരുന്ന ഗവൺമെന്റിന് കൃത്യമായി ചെലവഴിക്കാൻ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇപ്പൊ എന്ത് വേണം? പൈസ ചെലവാക്കുന്നത് ഓരോ ഗവൺമെന്റും റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യണം എന്നാണ് ഇന്ത്യയിൽ പറയുന്നത്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. പൈസ ചെലവാക്കുന്നത് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ എന്തിനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് ബഡ്ജറ്റിനെ മാനേജ് ചെയ്യണം. എന്താ ഗവൺമെന്റ് ബഡ്ജറ്റ്? ഗവൺമെന്റിന്റെ വരവ്, ഗവൺമെന്റിന്റെ ചെലവ്. എന്താണ് ബഡ്ജറ്റ്? ഗവൺമെന്റിന്റെ വരവ്, ഗവൺമെന്റിന്റെ ചെലവ്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ ബഡ്ജറ്റിനെ മാനേജ് ചെയ്യണം. എന്തെല്ലാം ടാർഗറ്റ് ആണ് നിയമത്തിൽ പറയുന്നത് നോക്കിയേ. ബ്രിങ് ഡൗൺ റവന്യൂ ഡെഫിസിറ്റ് ബൈ 0.5% പെർ ഇയർ ആൻഡ് എലിമിനേറ്റ് ഇറ്റ് ബൈ 2008. നോക്കിയേ, 2003 നിയമം നിലവിൽ വരുന്നത്. 5 വർഷം കൊണ്ട് ഓരോ വർഷവും 0.5% വെച്ച് കുറച്ച് റവന്യൂ ഡെഫിസിറ്റ് എത്രയാക്കി മാറ്റണം? 0 മാറ്റണം. ആദ്യത്തെ ടാർഗറ്റ് ഗവൺമെന്റിന് മുന്നിൽ. രണ്ടാമത്തെ ടാർഗറ്റ് നോക്കിയേ, ബ്രിങ് ഡൗൺ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ബൈ 0.3% പെർ ഇയർ ആൻഡ് ബ്രിങ് ഡൗൺ ടു 3%. 0 എന്നാണോ? അല്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 0 ആക്കണം എന്ന് എവിടെയെങ്കിലും നിയമത്തിൽ പറയണ്ട? ഇല്ല. നമ്മൾ നേരത്തെ ഫിസ്ക്കൽ കൺസോളിഡേഷനിൽ കണ്ടു. നമുക്ക് എന്താണ് 0 ആക്കണ്ടേ? റവന്യൂ ഡെഫിസിറ്റ് ആണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. കേട്ടോ. 2 ടാർഗറ്റ് ഒന്ന് ഓർത്തെടുത്ത. എന്തൊക്കെ 2 ടാർഗറ്റ്? റെഡ്യൂസിങ് റവന്യൂ ഡെഫിസിറ്റ് 0.5% പെർ ഇയർ. 5 വർഷത്തിനുള്ളിൽ അത് എത്രയാക്കി മാറ്റണം? 0 മാറ്റണം. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണെങ്കിലോ ഓരോ വർഷവും 0.3 വെച്ച് കുറച്ച് എത്രയിലേക്ക് എത്തിക്കണം? 3% ഓഫ് GDP എത്തണം. സെൻട്രൽ ഗവൺമെന്റ് നോട്ട് ടു പ്രൊവൈഡ് ഗ്യാരണ്ടി. എന്തിന് ഗ്യാരണ്ടി കൊടുക്കരുത്? ഓൺ ദി ലോൺസ് ഓഫ് PSUs ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇതിന് വിളിക്കുന്ന പേരാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ലെങ്കിൽ എക്സ്ട്രാ ബഡ്ജറ്റ് ബോറോയിങ്. ഒന്ന് വാക്ക് വായിച്ച് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ലെങ്കിൽ എക്സ്ട്രാ ബഡ്ജറ്റ് ബോറോയിങ്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാലോ. ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഫോർമുല ഒന്ന് ഓർത്തെടുത്ത. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താ? മൈനസ് നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ്. വേണ്ട, ജനറലി ഞാനിത് എന്തെന്ന് എഴുതുന്നു? റവന്യൂ എന്ന് എഴുതുന്നു. നിങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, ഇത്ര മതി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ജനറലി എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ. ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? സെൻട്രൽ ഗവൺമെന്റിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് പല മിനിസ്ട്രീസ് ഉണ്ട്, അതേപോലെ തന്നെ ഗവൺമെന്റ് ഒരുപാട് കമ്പനികൾ റൺ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് റൺ ചെയ്യുന്ന 1-2 കമ്പനിക്ക് ഞാൻ ഇത് ഇവിടെ എക്സാമ്പിൾ എഴുതാൻ പോകും. BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അതേപോലെ തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI. ഓക്കെ ആണോ? ഇതിൽ ഭാരത് പെട്രോളിയം, BPCL ആണെങ്കിലും FCL ആണെങ്കിലും ഗവൺമെന്റ് ഇതിന് എന്തേലും പൈസ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതെന്തിന്റെ പാർട്ടിലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും? എക്സ്പെൻഡിച്ചറിന്റെ പാർട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം BPCL എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് പെട്രോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, സുരേഷ് ഗോപി മിനിസ്റ്റർ ആയിട്ടുള്ള മിനിസ്ട്രി. ഇനി FCI എന്ന് പറയുന്നത് എന്താ? മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്. ഇപ്പൊ ഇവര് ഓരോരുത്തർക്കും എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് എക്സ്പെൻഡിച്ചറിന്റെ പാർട്ടിലാവും. എന്ത് ഇൻക്രീസ് ചെയ്യും? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഗവൺമെന്റ് പുതിയൊരു ടെക്നിക്ക് കൊണ്ടുവരാണ് കേട്ടോ. നോക്കി, ശ്രദ്ധിച്ച് നോക്കി എന്താ ചെയ്യുന്നതെന്ന്. ഗവൺമെന്റ് ഇത് നേരിട്ട് BPCLനും FCIക്കും കാശ് കൊടുക്കില്ല. പകരം എന്ത് പറയും? നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തോ? ജനങ്ങളിൽ നിന്ന് പൈസ കടം മേടിച്ചോളൂ. ഗവൺമെന്റ് സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പിന്നീട് നമുക്ക് കാണാം. എന്താണ് പറയുന്നത്? ഞങ്ങൾ ഗവൺമെന്റ് ബഡ്ജറ്റിൽ നിന്ന് നിങ്ങൾക്ക് പൈസ നേരിട്ട് തരില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്തോ? ബാങ്കിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ പൈസ എന്ത് ചെയ്തോളൂ? കടമെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ കടമെടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചെലവിനുള്ള കാശായില്ലേ?
BPCL-നും FCIക്കും ചെലവിനുള്ള കാശായില്ലേ? പക്ഷെ ഇവർ ഇങ്ങനെ എടുക്കുന്ന കാശ് ഇത് ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ ഉണ്ടാവുക? എക്സ്പെൻഡിച്ചർ കുറച്ച് കാണിക്കാൻ പറ്റും ബഡ്ജറ്റിൽ. അപ്പൊ ബഡ്ജറ്റിൽ നമുക്ക് എന്ത് കുറച്ച് കാണിക്കാൻ പറ്റും? ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ച് കാണിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ? ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഇത് കാണിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അടുത്ത വർഷം BPCL-ഉം FCIയും ജനങ്ങൾക്ക് ഈ കാശ് തിരിച്ചടക്കണ്ടേ? അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഈ കാശ് തിരിച്ചടക്കണ്ടേ? അപ്പൊ അത് എന്തിൽ നിന്ന് തന്നെ വരേണ്ടി വരും? ഗവൺമെന്റ് തന്നെ തിരിച്ചടക്കേണ്ടി വരും. അപ്പൊ ഈ വർഷത്തെ ബഡ്ജറ്റിൽ അത് കാണിക്കില്ല, പക്ഷെ ഭാവിയിൽ വരുന്ന ബഡ്ജറ്റിൽ അത് റിഫ്ലക്ട് ചെയ്യല്ലോ. ഇത്തരത്തിലുള്ള ബഡ്ജറ്റിന് നമ്മൾ ചെലവാക്കുന്ന പൈസേനെ വിളിക്കുന്ന പേരാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. എന്താണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞാൽ? പ്രസന്റ് ബഡ്ജറ്റിൽ നേരിട്ട് ഗവൺമെന്റ് കമ്പനികൾക്ക് എന്ത് കൊടുക്കില്ല? പൈസ കൊടുക്കില്ല. പകരം അവരോട് എന്ത് പറയാണ്? നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പൈസ കടമെടുത്തോളൂ, ഭാവിയിൽ അത് ഗവൺമെന്റ് എന്ത് ചെയ്യും? തിരിച്ചടയ്ക്കും. എക്സാമ്പിൾ ഓയിൽ ബോണ്ട്സ്, ഫുഡ് ബോണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പല ബോണ്ടുകളുണ്ട്. ഫുഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ മാർക്കറ്റിൽ നിന്ന് കടമെടുക്കുന്ന രീതിയാണ് ഫുഡ് ബോണ്ട്, ഓയിൽ ബോണ്ട് എന്നൊക്കെ പേര് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ പ്രശ്നം എന്താണ്? ഈ വർഷത്തെ ബഡ്ജറ്റിൽ നമുക്ക് എന്ത് കാണിക്കാം? ഫിസിക്കൽ ഡെഫിസിറ്റ് കുറവാന്ന് കാണിക്കാം. പക്ഷെ വരുന്ന ബഡ്ജറ്റിൽ അത് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇത് കാണിക്കുന്നത് ശരിയായ ഒരു രീതിയാണോ? ഇതെന്താണ്? എക്കണോമിക്കലി നമ്മൾ ഇൻകറക്റ്റ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നം ഒഴിവാക്കണം എന്നാണ് ആര് പറയുന്നത്? FRBM ആക്ടിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ.